في قبره إلا النبي صلى الله عليه وسلم ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ ശരീരം ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവിടെ പുന്നാര റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജരാകുന്നതാണ്. ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറെ എന്താണ്? ജീവിതത്തിൽ അതേ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് ജീവിതം എന്താണെന്നറിയാനുള്ള യാത്രയങ്ങ് പുറപ്പെടുമ്പോൾ അൽ ഖബറു അവ്വലു മൻസിലി മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ ആദ്യത്തെ സ്റ്റേഷനാണ് ഖബർ. ആ ഖബറിൽ ആര് രക്ഷപ്പെടുന്നുവോ അവര് വിജയിച്ചവരാ. ആ ഖബറിൽ ആര് പരാജയപ്പെടുന്നുവോ അവർക്ക് പിന്നീട് പരാജയമാ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹോദരൻ സ്വലാത്തിന് വലിയ ഫായിദകളുണ്ട്. സയ്യിദ് അഹ്മദ് ദഹ്ലാൻ തങ്ങൾ പറയുകയാണ്, മൻ ദാവമ അലൈഹാ ലൈലത്തുൽ ജുമുഅത്തി വലൗ മറത്തൻ വാഹിദാ, വെള്ളിയാഴ്ച രാവിൽ ഈ സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ യൻകശിഫു ലിറൂഹി മിസാലു റൂഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ മൗതി വ ഇൻദ ദുഖൂലിൽ ഖബ്രി. അയാളുടെ മരണം വരുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവിനെ അയാൾക്ക് കാണാൻ അല്ലാഹ് അവസരം കൊടുക്കുന്നു. ഖബറിലേക്ക് ആ മനുഷ്യൻ പ്രവേശിക്കുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവിനെ അയാൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ വെള്ളിയാഴ്ച രാവും ഒരു 100 പ്രാവശ്യം ചൊല്ലിക്കോ. ഹത്താ യഫൂസ ബിഹാദൽ ഫളി വൽ ഖൈറിൽ ജസീർ. എന്നാൽ ഈ സ്വലാത്തിന്റെ വലിയ ബഹുമാനം നിനക്ക് ലഭിക്കുന്നതാണ്. اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاه وعلى آله وصحبه وسلم. الله